May the name of God be glorified. നമ്മൾ ആരാധനയിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We were experiencing God's glory through worship. ഷോൺ ബ്രദർ പറഞ്ഞ പോലെ നമ്മുടെ നാച്ചുറൽ ഐസ് കൊണ്ട് നോക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ വേണ്ടി പറ്റത്തില്ല. As spoken before, if we look from a natural eyes, we cannot see. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്, അതാണ് റിയാലിറ്റി. But there's a spiritual world that is a true reality. ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല, അവരുടെ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുന്നത്. Some don't understand this, they think with their minds. പക്ഷെ റിയാലിറ്റി നമ്മൾ ദൈവത്തിന്റെ ദൂതന്മാരോട് ഒത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. The reality is that we are worshipping the Almighty God along with the angels. നമ്മൾ കേൾക്കുന്ന എല്ലാ വചനത്തിനും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. There's an application for every word that we hear. ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കൂടെ അതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. If after hearing the word of God, if it has not been applied in your life, then there is no use. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. Within the time that have been given, there's going to be a manifestation of what I'm going to speak right now. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഈ വചനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ അത് ശക്തിയായിട്ട് വെളിപ്പെടട്ടെ, അത് അവരുടെ ജീവിതത്തിൽ വിടുതലായിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവേ, അവരുടെ കുടുംബത്തിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ദൈവം തന്ന ഒരു വചനത്തിലേക്ക് പോകാം. Let's move to the word of the Lord. മത്തായിയുടെ സുവിശേഷം, the book of Matthew, 12-ാം അധ്യായം, chapter 12, 4, 5, 6 വാക്യങ്ങൾ. verse 4, 5 and 6. അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നമുക്കറിയാം, ഈ ഇൻസിഡന്റ് നമുക്കറിയാം. We know this story here. ശിഷ്യന്മാര് നടന്നു പോകുന്ന സമയത്ത്, വയലിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത്, as the disciples were going in the grain fields, അവർ കതിര് പറിച്ച് അത് അവർ കഴിക്കാൻ വേണ്ടി തുടങ്ങി. They began to pluck those heads of grain and began to eat it. അപ്പൊ അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. നിങ്ങൾ ശബത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. Seeing this, some began to criticize them, saying, "You are working during Sabbath." അവർ പറഞ്ഞ കറക്റ്റാണ്, ശബത്തിൽ അവർ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. What they said is true. They were working during Sabbath. ഈ വലിയ നമ്മളോട് ഭയങ്കരമായിട്ട് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് നല്ല കറക്റ്റ് വചനം അറിയാവുന്ന ആൾക്കാർ തർക്കിക്കാൻ വേണ്ടി വരും. There are people who have been well versed in the Bible through Bible colleges, and they come to argue with us. പക്ഷെ നമ്മൾ പഠിച്ച ബൈബിൾ കോളേജ് ഹോളി സ്പിരിറ്റിന്റെ ബൈബിൾ കോളേജ്. But what we have studied the Bible college is the Holy Spirit's Bible college. അപ്പോൾ ദൈവം നമ്മളോട് പരിശുദ്ധാത്മാവിൽ കൂടെ പറയും. And so the Holy Spirit will speak to us. അത് അവർ പറയുന്നതിന്റെ എക്സാക്ട് എന്നാ പറയുന്നത്, അതിന്റെ കറക്റ്റ് പോയിന്റ് ആയിരിക്കും ദൈവം നമുക്ക് പറഞ്ഞു തരും. And what we speak will be the exact point that we should be speaking. അപ്പോൾ യേശു അവരോട് പറഞ്ഞ കാര്യം, So what Jesus says, ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിൽ കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? He says here, how he entered the house of God and ate the showbread, was it not lawful for him to eat, not for those who were with him, but only for the priest? അതായത് ശബത്തിൽ ജോലി ചെയ്യുന്നത് ശരിയല്ല, അത് ന്യായപ്രമാണ പ്രകാരം തെറ്റാണ്. Which means it is wrong to as per the law to eat this. യേശു പറയുവാണേ, ശബത്തിൽ പുരോഹിതന്മാര്, നമുക്ക് പഴയതിലോട്ട് വായിച്ചാൽ അറിയാം, ശബത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചില യാഗങ്ങളെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അവിടെ. We see in the Old Testament there are specific rules regarding Sabbath. പക്ഷെ പുരോഹിതന്മാര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവർക്ക് കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. But even though the priest work, it is not considered as a problem. കാരണം അവരിയ്ക്കുന്ന ദേവാലയത്തിനകത്താണ്. Because they are in the temple. അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിൽ ഇരിക്കുന്ന പുരോഹിതന്മാര് ശബത്തിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. So for these priests who are in the temple, whatever work they do are not considered wrong. യേശു പറയുവാണേ, എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Yet I say unto you that this place there is one greater than the temple. അതായത് യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാ, പക്ഷെ ഇപ്പൊ അവര് ഇരിക്കുന്ന ആള് ദേവാലയത്തെക്കാളും വലിയ ആളാണ്, ശ്രേഷ്ഠനാണ്. So what he said is correct, but what is right in front of you is much greater than the temple.
അതായത് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരു റെസ്റ്റിനെ വെച്ചിരിക്കുന്നു. What I want to say is there's a rest that has been kept for everyone who is in Christ. യേശുവിന്റെ കൂടെ അവർ നടക്കുന്ന സമയത്ത് അവര് ആ പറഞ്ഞ ശബത്തിന്റെ റെസ്റ്റിൽ ഓൾറെഡി അവരായി കഴിഞ്ഞു. As they were walking with Jesus, they were already in that Sabbath rest. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാ പറഞ്ഞൊരു കാര്യം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. ദൈവം പറയുകയാണ് ചിലർക്ക് സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി പോവാണ്. So the manifestation is that there are some of you who are going to have some rest in your life. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, പല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുവാണേ നിങ്ങൾക്ക് യേശു വെച്ചിരിക്കുന്ന ആ സ്വസ്ഥത, ആ റെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. You are struggling in many areas of your life, but there is a rest that has been kept by God and you're going to receive that. പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം, what the Holy Spirit has reminded me, ഈ ആർത്രൈറ്റിസിന്റെ അസുഖം, പല ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാരോട് പരിശുദ്ധാത്മാവ് പറയും ഇന്ന് നിങ്ങൾ സൗഖ്യമാവും. To those who have some issue with arthritis, today you're going to be healed. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഹാർട്ട് ഡിസീസിന്റെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല, അവർ പേടിച്ചുകൊണ്ടിരിക്കുക, ഏത് സമയവും സംഭവിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയണ ആ ഒരു കാര്യത്തെ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യും. Some of you who have heart disease, the history, they are really concerned. They don't sleep at night because being scared. For them also there's going to be deliverance. നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയാണ് നിങ്ങൾ ആ സ്വസ്ഥതയിലേക്ക് വരാൻ വേണ്ടി പോവാണ്. Regarding what you're concerned, you're going to enter the rest. കാരണം സ്വസ്ഥത എന്ന് പറയുന്ന മറ്റൊരു റലമാണ്, ഒരു തലമാണ്. So this rest is a different realm. നമ്മൾ വിചാരിക്കും ആ സ്വസ്ഥത റെസ്റ്റ്, നമ്മൾ വിചാരിക്കും നമ്മൾ ചിന്തിക്കുന്ന ഈ ഭൂമിയിലെ റെസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. We might think of this rest as earthly rest. എന്ന സ്വസ്ഥത എന്ന് പറയുന്ന മറ്റൊരു തലമാണ്. But this rest is a different realm altogether. നിങ്ങൾ യേശുക്രിസ്തുവിലാണെങ്കിൽ, if you are in Jesus, ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിലാണെങ്കിൽ, if you are truly in Jesus, ഈ സ്വസ്ഥത നിങ്ങളിൽ കൂടെ വെളിപ്പെട്ടിരിക്കും. this rest shall be manifested through you. ഈ സ്വസ്ഥത നിങ്ങളിൽ കൂടെ വെളിപ്പെടുമ്പോൾ, when it is revealed through you, അത് നിങ്ങളിൽ മാത്രമല്ല, not only for you, നിങ്ങൾ നിൽക്കുന്ന സകലത്തെയും ആ സ്വസ്ഥത സ്വാധീനിക്കും. but this rest shall affect all that is around you. ഞാൻ പറഞ്ഞ കാര്യം, പഴയ നിയമത്തിൽ കർത്താവ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ആ കൽപ്പനകളെല്ലാം വരുവാനുള്ള കാര്യത്തിന്റെ നിഴലായിരുന്നു. See, all the laws that's mentioned in the Old Testament is a shadow of things to come. കാരണം നമുക്കറിയാം എല്ലാ കാര്യങ്ങളും. നമ്മൾ ഇന്ന് കർത്തൃമേശ എടുക്കാൻ വേണ്ടി പോവാ. അന്ന് ആ പഴയ നിയമ സമയത്ത് അവരെ കുഞ്ഞാടിനെ ഭക്ഷിച്ച സമയത്ത് അവർക്ക് അറിയത്തില്ല വരാൻ പോകുന്ന ഒരു രക്ഷയുടെ ഒരു നിഴലായിരുന്നു അത്. We have the Lord's table today. Even this in the Old Testament and in Exodus, when they had the sheep, it's a shadow of what we are going to have right now. നമുക്ക് ഒരു വാക്യം, പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. Let's read a verse from the Old Testament. Deuteronomy chapter 5 verses 14. ഏഴാം ദിവസമോ നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കാളയും കഴുതയും നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിന്റെ പടിവാതിലുകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്നെ പോലെ സ്വസ്ഥമായിരിക്കേണ്ടതിന് തന്നെ. ഇങ്ങനെ നോക്കി, പഴയ നിയമ സമയത്ത് ശബത്തിന്റെ വ്യവസ്ഥ വെക്കുക. We see in the Old Testament there is a law of Sabbath. ആ സമയത്ത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ള സകല ആൾക്കാർ, നിന്റെ മകൻ, മകൾ, വേലക്കാരൻ, വേലക്കാരത്തി, കാള, കഴുത, നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിന്റെ പടിവാതിലുകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. This applies not only for you, but for your son, your daughter, your male servant, your female servant, your ox, donkey, cattle, and even the strangers within your home, and the male servants. ദൈവം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥത വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അതിന് നിഴലായിട്ട് പറയുവാണ്, ആ ദിവസം നീയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഒരാൾ പോലും ഒരു വർക്കും ചെയ്യരുത്. And there is going to be a rest for you, but before that, when it comes, not only you, but all those associated with you shall also be in that rest. അതൊരു നിഴലായിരുന്നു. That's a shadow. യേശുക്രിസ്തുവിന്റെ സ്വസ്ഥതയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ എന്തുമായിക്കോട്ടെ സ്വസ്ഥതയുടെ റലത്തിലേക്ക് വന്നിരിക്കും. It's the same way, not only us, but our business, our health, everything associated with us shall enter this
time of rest. ചില ആൾക്കാർ വിചാരിക്കുകയാണ് ഇതെന്തിനാ സ്വസ്ഥത കിട്ടുന്നത്. Some would think, what is this? Why do you need this rest? ഞാനൊരു ഇമാജിനേഷൻ പ്രസംഗിക്കുമല്ല, എനിക്കത് അറിയാം. ഇത് നിങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കും. This is not an imagination, but if you believe, you shall see it in your life. കാര്യം ആ സമയത്ത് ഈ ഒരു കൽപ്പന പറഞ്ഞ സമയത്ത് അവർക്ക് മനസ്സിലായി. കാര്യം അവർ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യുക. കാര്യം എങ്ങാനും വർക്ക് ചെയ്താൽ പാപമായി പോകും. Because at that time they understood the law, so they were forcefully doing this. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ But when they came to Jesus, ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. you entered that rest already. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. Let me read one more verse. യേശു പറയുന്ന ഒരു വാക്യമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഐ വിൽ ഗീവ് യു റെസ്റ്റ്. അങ്ങനെ ഒരു വചനമുണ്ട്. Come all those who are weary. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അധ്വാനിക്കുന്നവർ ഭാരം, അതായത് സകല രീതിയിലും എന്താ പറഞ്ഞു വിഷമത്തിൽ കൂടി പറയുന്ന ആൾക്കാരോട് കർത്താവ് പറയുവാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാണെങ്കിൽ, മലയാളത്തിൽ പറയുന്നത് ആശ്വസിപ്പിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഐ വിൽ ഗീവ് യു റെസ്റ്റ്. It says, come unto me all those who labor and heavy laden, and I will give you rest. യേശു പറഞ്ഞ കാര്യം, ദേവാലയത്തെക്കാൾ വലിയ ഒരാൾ ഇവിടെയുണ്ട്. കാരണം എന്നിലേക്ക് നിങ്ങൾ വരുമ്പോൾ എൻ്റെ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. There is someone greater than Jesus here, and when you enter the rest, you shall have the peace. കാരണം നിങ്ങൾ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു റലത്തിലേക്ക് നിങ്ങൾ മാറും. Because when you enter this rest, you enter into a different realm. നമുക്കറിയാം, പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുക. We see that Peter, he is in the prison. ആ പടയാളികളുടെ ഇടയിൽ കിടന്നിട്ട്, പിന്നെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു എക്സിക്യൂഷൻ സംഭവിക്കാൻ വേണ്ടി, പക്ഷേ അത് ഡീപ്പ് സ്ലീപ്പിലാണ്. We see that Peter, even though he is being planned to be executed the next day, he is in deep sleep that night. അതായത് ഞാൻ പറഞ്ഞ കാര്യം, അപ്പോസ്തലന്മാരെ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിലേക്ക് അവർ വന്ന ശേഷം അവരുടെ ഉള്ളിൽ ഈ ഒരു സ്വസ്ഥത ഓൾറെഡി വ്യാപരിച്ചു കഴിഞ്ഞു. What I'm trying to say is that the apostles, when they entered into this ministry, this rest became a part of their life. ഞാൻ പറഞ്ഞ കാര്യം, ഒരാൾ കാരാഗൃഹത്തിൽ പോയാൽ പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊന്നുകളയുമെന്നാണ് വിധിയെങ്കിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടി പറ്റുമോ? Let me ask you, if a person has gone to prison and he's being planned to be killed the next day, can he sleep? പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ അതിൻ്റെ ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കിടന്ന കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം വളരെ ഇടുങ്ങിയ ഒരു സ്ഥലം. I've studied this portion and understood the specific place where he was put was very narrow, very uncomfortable. He cannot sleep there. പക്ഷേ അവിടെ കിടന്ന് വളരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. But there, this Peter, he's sleeping very peacefully. കാരണം ദൂതൻ വന്ന് തട്ടി വിളിച്ചിട്ടും കണ്ണ് തുറന്നു, പക്ഷെ അത് ഒരു ദർശനമാണെന്ന് വിചാരിച്ചു. Because even when the angel came and woke him up, he thought it's still a vision. നിങ്ങൾ യേശുവിന്റെ കാര്യം നോക്കണം. യേശുവും ശിഷ്യന്മാരും കൂടെ പടകിൽ പൊക്കോണ്ടിരിക്കുക. The same way, when Jesus was traveling in the boat with the disciples, വലിയ കാറ്റ് മഴ എല്ലാം വന്നിട്ട് അത് മുങ്ങുമാറായിക്കൊണ്ടിരിക്കുക. I see that there is great wind and storm and the boat is about to sink. യേശു അപ്പോഴും പടകിൽ തല വെച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക. Even then, Jesus is sleeping peacefully. എത്ര പേരത് മനസ്സിലാക്കി അറിയത്തില്ല. I don't know how many of you understand this. പ്രശ്നം അവിടെ കിടക്കും. The problems will be there. എല്ലാം ഇമ്പോസിബിൾ കാര്യമായിരിക്കാം. It might all be impossible. മേ ബി വേണമെങ്കിൽ പറയാം, നിങ്ങൾ മരിച്ചു പോയെന്ന് വേണമെങ്കിൽ പറഞ്ഞെന്ന് വരാം. Maybe people say that you will die. പക്ഷെ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചാൽ അത് നിങ്ങളെ തൊടത്തില്ല. But if you enter this rest, this shall not touch you. കാര്യം ഇതൊരു റലമാണ്. It is a realm. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. ഒരു വാക്യം കൂടെ. Read one more verse from Hebrews and then close. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് വായിച്ചതാണ്. We read this last time. എബ്രായർ 4:9-10. Hebrews chapter 4 verse 9 and 10. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതെ, ദൈവം തൻ്റെ പ്രവൃത്തികൾ എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചുവൻ താനും തൻ്റെ പ്രവൃത്തികൾ നിവൃത്തനായി തീർന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം, വേണമെങ്കിൽ പ്രവേശിക്കാതിരിക്കാം. This is a promise of God and you can or not enter this. നമ്മൾ പലരും ഈ വാക്യം വായിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. We have all read this portion, we all think it of as theory. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ
But as the Holy Spirit reminds this verse, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് റെവലേഷൻ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ if it is converted as a revelation for you, ഇന്ന് തൊട്ട് ഈ റലത്തിന്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കാണും. you will be able to see the manifestations of this realm in your life. ഞാൻ പിന്നെ പറയുവാണ്, എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, നിങ്ങൾ അതിന്റെ നടുവിൽ സമാധാനത്തോടെ നിൽക്കും. Whatever troubles, whatever sickness, beyond all this, you will be in peace. പിന്നെ കാണുന്നത് ആ കാറ്റിനെയും പ്രശ്നത്തെയും നിങ്ങൾ കാണത്തില്ല. After that, you will not see this winds. And ഈ റലം നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കൂടെ ചലിക്കും. this realm shall follow you wherever you move. മേ ബി നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ചില പ്രോബ്ലങ്ങൾ വന്നെന്ന് വരാം. Maybe there is troubles or problems in your company and office. പക്ഷെ ഈ റെവലേഷനോടുകൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കാണും ആ പ്രശ്നം മാറിയിട്ട് കർത്താവ് നിങ്ങൾക്ക് തന്ന ജയം അവിടെ മാനിഫെസ്റ്റ് ചെയ്യും. But you'll see that as you move in this realm, you'll see the victory of God over this. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നു? How many of you can believe in this? ഇതൊരു, ഞാൻ പിന്നെ പറയും, ഇതൊരു ഇമാജിനേഷൻ അല്ല, ഇതൊരു പ്രസംഗത്തിന്റെ ടോപ്പിക്കിന് വേണ്ടി പറഞ്ഞതല്ല, ഇത് എനിക്ക് ദൈവം തന്ന റെവലേഷൻ ഞാൻ പറയാം. This is not an imagination, it's not a topic for a message. This is what the Lord spoke to me. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. I'm going to pray for you. നിങ്ങൾ കർത്താവിന്റെ കയ്യിലേക്ക് നിങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. Can you submit yourselves for the work of the Lord? പരിശുദ്ധാത്മ ആദ്യം പറഞ്ഞതുപോലെ, As the Holy Spirit reminded initially, ആർത്രൈറ്റിസിന്റെ ഏതെങ്കിലും രീതിയിൽ പ്രോബ്ലങ്ങൾ നിങ്ങളുടെ ശരീരത്തുണ്ടെങ്കിൽ, if there's anyone with any concerns of arthritis on their body, നിങ്ങളുടെ ബോഡി എപ്പോഴും വേദനകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, your body is in constant pain, ഇന്ന് നിങ്ങൾ സൗഖ്യമാവും. tonight you're going to be healed. ഹാർട്ട് ഡിസീസുകൾ സൗഖ്യമാവും. Heart diseases are going to be healed today. ഒരു കാര്യം കൂടെ പറയുവാണെ, നിങ്ങളുടെ വയറിനകത്തെ ചില പ്രോബ്ലങ്ങൾ സൗഖ്യമാവാൻ വേണ്ടി പോകും. One more thing, there is some issues concerning your stomach is going to be healed today. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. റഥിമോ റഹോഷിഹോ റഹന്തിനിയോ റമോ ശഖോ റഹതിയോ ലഹോറോപോ ശഹറഥിനിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ആത്മാവ് കർത്താവ് ഇവരെ ടച്ച് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യുന്നു. സൗഖ്യത്തിന്റെ തലത്തെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഈ സമയത്ത് ഐ കമാൻഡ് ദ പെയിൻ ടു ലീവ് ദർ ബോഡി ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് സൗഖ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ ആ ഹാർട്ട് ഡിസീസിന്റെ ഹിസ്റ്ററിയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിൻ്റെ മേൽ ആ പ്രവൃത്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഞാൻ ഇവർ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കട്ടെ, ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഇപ്പോൾ ആ റലം അവരുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകട്ടെ. ഇപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഐ റിലീസ് ദ റലം ഓഫ് റെസ്റ്റ് ഇൻ യുവർ ലൈഫ്. A realm of rest, a realm of rest, and you are going to see the manifestations in your home, in your businesses, in your personal life. I release that deliverance. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ട് അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവെ, ഞാനതിനെ റിലീസ് ചെയ്യുന്നു. ചില ബാങ്ക് ലോണുകൾ എങ്ങനെ അത് അടയ്ക്കണമെന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കാണുവാണ്. ആ വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടി അതേ വാക്യം ഞാൻ കേട്ട അതേ വാക്യം പറയുവാണേ, ആ കാറ്റും കോളും അണഞ്ഞു പോകുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വസ്ഥത വെളിപ്പെടും. ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു വാതിലെ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്ന ജപ്തിയുടെ ഒരു നോട്ടീസിനെ ദൈവം പറിച്ചു കളയുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, കടഭാരം അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഐ ബ്രേക്ക് ദ യോക്ക് ഓഫ് ഡെപ്റ്റ്സ് ഇൻ യുവർ ലൈഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജസ്റ്റ് ഒന്ന് എഴുന്നേക്കോ, നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് റിലീസ് ചെയ്യാം. Locorio shimo horio tanamo, locorio dimo shikora hantinio, locorio moho shikora hantinio, loco moho ricuriasico, loco mohario tinio shiko,
Horiotinio rico shigirio lako. Loco mohoritimio shakaroti. Horiotimorio torio. Horiatinio. Loco maharisisio loco. Hallelujah, hallelujah. Let the weight of your glory cover us. Let the life of your river flow. Let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory flow. Let the weight of your glory, let the weight of your glory flow. Spirit of the soaring God, come and make your presence glory reveal the glory of the living God. Spirit of the soaring God, come and make your presence glory reveal the glory of the living God. Let the weight of your glory cover us. Let the truth of your kingdom reign in us. Let the weight of your glory യേശുവിന്റെ നാമത്തിൽ കർത്താവേ അതിനെ റിലീസ് ചെയ്യും. ഈ സമയത്ത് കർത്താവെ അത് വിശ്വസിച്ചവരുടെ മേൽ അത് റിയൽ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി. അത് അവർ കാണാൻ വേണ്ടി പോകുന്ന കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവ് ഈ സമയത്ത് തന്നെ സൗഖ്യത്തെ അങ്ങ് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവെ സഭയിൽ അത് വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. സന്തോഷത്തോടെ